പിണറായി വിജയന് പുതിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ പിണറായി വിജയൻ 80 വയസ്സുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അദ്ദേഹത്തിന് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നിരിക്കുകയാണ് CPIM-ൽ നിന്ന്. അപ്പം ഉടനെ തന്നെ അപ്പോൾ പ്രതിപക്ഷ സ്ഥാനവും അദ്ദേഹത്തിന് നഷ്ടമാകാനുള്ളൊരു സാധ്യതയല്ലേ ഇതിലൂടെ കാണുന്നത്? 2 വർഷം മുമ്പ് നടന്ന പാർട്ടി കോൺഫറൻസിലാണ് ഇതുപോലെ 80 എന്നുള്ള ഒരു പ്രായപരിധി 75 വെട്ടിച്ചുരുക്കിയത്. അപ്പോൾ ആ സമയത്ത് മുഖ്യമന്ത്രിയായിരുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ട് പ്രത്യേകം ഒരു ഇളവ് നൽകി ഇദ്ദേഹം തന്നെ തുടരട്ടെ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെ പോവുകയായിരുന്നു. ഇതിനു മുമ്പുള്ള വർഷം ഈ പാർട്ടി കോൺഫറൻസ് ചേർന്നപ്പോഴും ഈ മൂന്നാമതൊരു ഭരണം അല്ലെങ്കിൽ തുടർ ഭരണം LDF ലഭിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ CPM-ന് വന്നതുകൊണ്ട് മാത്രം ഈ ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിൽ നിന്നും പിണറായി വിജയൻ പുറത്താകാതെ അവിടെ പിടിച്ചു നിന്നും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആയാൽ മതി എന്ന രീതിയിലുള്ള ഒരു ആശയമായിരുന്നു CPM-ൻ്റെത്. അപ്പോൾ അതാണ് ഇത്ര നാളും ഈ ഒരു പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ അല്ലെങ്കിൽ പ്രായപരിധിക്കപ്പുറം കിടന്നിട്ടും ഈ ഒരു CPM എന്നുള്ള പാർട്ടിയിൽ നിന്ന് ഈ ഒരു പുറത്താക്കാതെ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയിൽ നിന്നും വിട്ടുമാറി നിൽക്കേണ്ടാത്ത ഒരവസ്ഥ വന്നത്. പക്ഷെ ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ആ കാര്യങ്ങളെല്ലാം മറിയുകയാണ് ഉണ്ടായത്. LDF ഇതുവരെ കാണാത്ത വലിയൊരു പരാജയമാണ് നേരിട്ടത്. കാരണം ഈ പിണറായി വിജയന്റെ തന്നെ ഈ ഒരു ഏകാധിപത്യ ഭരണവും അല്ലെങ്കിൽ അഹംഭാവവും പോലുള്ള പെരുമാറ്റവും എല്ലാമായിരുന്നു കാരണം. അതുകൊണ്ട് തന്നെ ജനം തിരിച്ചടി കൊടുത്ത് CPM-നെ താഴെ ഇറക്കി അല്ലെങ്കിൽ LDF-ന് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി. പക്ഷേ ഈ ഒരു പ്രായപരിധി സംബന്ധിച്ച് ഇപ്പോഴാണ് ഈ ഒരു പാർട്ടിക്കിടയിൽ അല്ലെങ്കിൽ അണികൾക്കിടയിലും അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിലും പോളിറ്റ് ബ്യൂറോയിലും ചോദ്യം വരുന്നത്. ഇനി എന്തുകൊണ്ട് ഈ പിണറായി വിജയൻ ഈ പോളിറ്റ് ബ്യൂറോയിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ തുടരണം എന്നൊരു ചോദ്യം ഇപ്പോഴാണ് ഉയർന്നത്. കാരണം ഈ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഉണ്ടായിരുന്ന ഒരു ഹോൾഡ് ആ ഒരു CPM എന്നുള്ള ഒരു പാർട്ടിയുടെ മുഖമായി തന്നെയാണ് ഇപ്പോൾ ഈ 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് VS-നെ ഒതുക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടന്നത്. അതിന്റെ പിന്നണി കഥകളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു VS പക്ഷവും അല്ലെങ്കിൽ പിണറായി പക്ഷവും രണ്ട് ചേരിയായിരുന്നതും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്വരമില്ലായ്മ, പാർട്ടിയിലേക്ക് തന്നെ ആ ഒരു ചേർച്ചയില്ലായ്മ ഉണ്ടായതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനു മുമ്പും നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇനി പിണറായി വിജയൻ ഈ ഒരു പാർട്ടിയിൽ തുടരണം അല്ലെങ്കിൽ ഇനി പിണറായിക്ക് ഇളവ് നൽകണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇപ്പോൾ അക്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു സ്ഥാനവും ഇനി അലങ്കരിച്ചേക്കരുത് അല്ലെങ്കിൽ അലങ്കരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. കാരണം അധികാരമില്ലാത്ത പിണറായിയെ ഇനി ആർക്ക് പേടിക്കാൻ എന്ന ഒരു കോൺഫിഡൻസ് ഇപ്പോൾ CPM-ന് പലർക്കും വന്നു ചേർന്നിട്ടുണ്ട്. അത് പിണറായി തന്നെ ഒതുക്കിയിട്ടുള്ള പല നേതാക്കൾക്കും ഈ ഒരു ചോദ്യം മുന്നേ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യം വരുന്നത്. 2022-ലാണ് ഈ പ്രായപരിധി മാറ്റിയത്. 80 വയസ്സ് 75 വയസ്സാക്കി മാറ്റിയത്. നമുക്കറിയുമ്പോൾ പറഞ്ഞതുപോലെ പിണറായി വിജയൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു, അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിനെ മാറ്റി നിർത്താഞ്ഞതുമൊക്കെ. ഇപ്പോൾ പിന്നെയും ഇതിന് ഉയർന്നു വരികയാണ് പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ അംഗമാക്കി മാറ്റണമെന്നുള്ളത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, പിണറായി വിജയൻ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പോളിറ്റ് ബ്യൂറോ അംഗത്തിൽ നിന്ന് മാറാനോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ സ്ഥാനം വിട്ടുകൊടുക്കാനോ പിണറായി വിജയന് സാധിക്കില്ല. അല്ലെങ്കിൽ പിണറായി വിജയന് താല്പര്യമില്ലാത്തൊരു ഭാവമാണ്. കാരണം നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് തോൽവിക്ക് ശേഷം തന്നെ ഒരുപാട് എടുത്തു നിന്ന് അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മൊത്തം എല്ലാ തോൽവിക്ക് പ്രധാന കാരണം തന്നെ പിണറായി വിജയൻ ആണെന്ന് പറഞ്ഞ് എല്ലാവരും അകറ്റി നിർത്തുന്നുണ്ട്. എന്നിരുന്നിട്ട് പോലും ഈ പ്രതിപക്ഷ സ്ഥാനം ഒഴിയാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ പിണറായി വിജയൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ എല്ലാവരും എതിർത്താലും ഈ പോളിറ്റ് ബ്യൂറോ അംഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നോ അദ്ദേഹം മാറുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. അത് CPM എന്നുള്ള പാർട്ടിയിൽ ഉള്ളിടത്തോളം കാലമേ പിണറായി വിജയൻ എന്നുള്ള ഒരു വ്യക്തി ഒരു ഐഡന്റിറ്റി ഉള്ളൂ. അല്ലാത്ത പക്ഷം CPM-ൽ നിന്ന് ഇപ്പോൾ ഒരു വാനിഷായി പോയാൽ പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ ആരും അല്ലാതാവും. തികച്ചും വിസ്മൃതിയിലേക്ക് തള്ളപ്പെടും. അങ്ങനെ ഒരു ഭയമുണ്ട്. പിന്നെ അധികാരമില്ലാതെ ഒരാൾക്കും ഇപ്പോൾ ഇത്ര കാലം അധികാരത്തിൽ തുടർന്നു വന്നു, ഇപ്പോൾ ഇനി കുറച്ച് കാലത്തേക്ക് ഇനിയുള്ള കാലത്തേക്ക് അധികാരമില്ലാതെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ശ്വാസമുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ തനിക്ക്
ഒരു ആരോഗ്യമുള്ളിടത്തോളം കാലം ഈ ഒരു അധികാരത്തിൽ തന്നെ തുടരാൻ, ഈ ഒരു പദവിയിൽ തന്നെ പിടിച്ചു തൂങ്ങാൻ കഴിവതും ശ്രമിക്കും, അല്ലെങ്കിൽ അതിനു വേണ്ടി എന്ത് ചെയ്യും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് ഈ പിണറായി വിജയൻ. സോ പെട്ടെന്നൊരു കീഴടങ്ങൽ പ്രതീക്ഷിക്കേണ്ട. ആരെങ്കിലും ഈ ഒരു വ്യക്തമായ കാരണങ്ങളില്ലാതെ ഇദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ 2022 ഇങ്ങനൊരു ഇത് വന്നപ്പോൾ, ഇങ്ങനൊരു പോളിറ്റ് ബ്യൂറോയിൽ പ്രായപരിധി വന്നപ്പോൾ അന്നുണ്ടായിരുന്ന ഉയർന്ന നേതാക്കൾ 80 വയസ്സിന് മുകളിലായിരുന്നിട്ട് പോലും അന്ന് പാർട്ടിയുടെ സ്ഥാനം ഉയർന്ന നേതാവാണോ എന്ന് നോക്കാതെ തന്നെ മാറിക്കൊടുത്തിരുന്നതാണ്. നമുക്കറിയാം ആ ഒരു സമയത്ത് അങ്ങനെ നടന്നു. പിന്നെ പിണറായി VS അച്യുതാനന്ദനും തമ്മിലുള്ള ഒരു ക്ലാഷ് വന്ന് നടന്നിരുന്നു ഈ പ്രശ്നമൊക്കെ മൂലം. ഇപ്പം പിണറായി വിജയന് മാത്രം പ്രത്യേക ഒരു ഇത് കൊടുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പ്രയോറിറ്റി നൽകുന്നതായിട്ട്, അല്ലെങ്കിൽ CPM പിണറായി ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടൊന്നുമില്ല, LDF തകർന്നു എന്നുള്ളൊരു ചിന്ത പിണറായി വിജയന് തന്നെ ഉണ്ടല്ലേ? തീർച്ചയായും. തനിക്ക് ശേഷം പ്രളയം എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും ഉള്ളത്. അത് ഇതിപ്പോഴും അത് തുടർന്നു വരികയാണ്. മുഖ്യമന്ത്രി ആയിരുന്ന ആ ഒരു 10 വർഷക്കാലം അത് ഇച്ചിരി കൂടുതലായിരുന്നെങ്കിൽ ഈ ഒരു പ്രതിപക്ഷ നേതാവായപ്പോൾ അത് കുറച്ച് ചെറിയൊരു സർക്കിളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി എന്ന നിലയിൽ, കേരള മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സർക്കിൾ വലുതാണല്ലോ. ഇപ്പോൾ കേരള മുഖ്യമന്ത്രിക്ക് ശേഷം അല്ലെങ്കിൽ പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സർക്കിൾ, അല്ലെങ്കിൽ ആ ഒരു വലയം ഈ പാർട്ടി നേതാക്കളിലും അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തേക്ക് മാത്രമായി ചുരുങ്ങും. അതുകൊണ്ട് തന്നെ ആ ഒരു അഹങ്കാരം കാണിക്കുന്നതിന്റെ ആ ഒരു ഗ്രാവിറ്റി കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ DYFIയുടെ ജില്ലാ സമ്മേളനങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള ഓരോ CPMന്റെ ജില്ലാ അവലോകന യോഗങ്ങളിൽ നിന്നാവട്ടെ MV ഗോവിന്ദനെതിരെയും പിണറായി വിജയനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കാതെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള ഒരു സുപ്പീരിയറിറ്റി പവർ ഉള്ളതുകൊണ്ടാണ്. ആ ഒരു പവർ ഈ ഒരു ഏജ് ലിമിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഈ പ്രായപരിധി മറികടന്നതുകൊണ്ട് ആ ഒരു കൺസിഡറേഷൻ നൽകേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കും ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിലുള്ള MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല CPM തന്നെ ഇപ്പോൾ 2 ചേരി എന്ന രീതിയിൽ ഒരു പരസ്യമായിട്ടുള്ള ഒരു അടക്കം പറച്ചിലുണ്ട്. അപ്പോൾ ഇത് മുൻനിർത്തി ഒരു പക്ഷേ MA ബേബി തന്നെ ഇദ്ദേഹത്തോട് ആവശ്യപ്പെടാം. അതായത് ഇനി പാർട്ടിയിൽ നിന്നും മാറി നിൽക്കണം, വിശ്രമ ജീവിതം നയിക്കണം, ഇല്ലെങ്കിൽ ഈ CPM പാർട്ടിക്ക് നൽകുന്ന മോശമായിട്ടുള്ള ഉദാഹരണമായിരിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്തായിരിക്കും ഈ പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും നീക്കുന്നത്, ഈ CPM പാർട്ടിയിൽ നിന്നും നീക്കുന്നത്. അതായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. പിണറായി വിജയൻ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനം അല്ലെ പോളിറ്റ് ബ്യൂറോ അംഗസ്ഥാനം നഷ്ടപ്പെട്ടാൽ അടുത്ത ഊഴം MV ഗോവിന്ദനായിരിക്കും അല്ലേ? MV ഗോവിന്ദനും ഈ ഒരു സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒരു മാറാൻ അദ്ദേഹത്തിന്റെ ഒരു ഇപ്പൊ എല്ലാവരും എതിർപ്പാണല്ലോ, അതുമൂലം MV ഗോവിന്ദനും ഇതിൽ നിന്ന് മാറാനൊരു ചാൻസ് ഇല്ലേ? MV ഗോവിന്ദന്റെ ഈ പ്രായപരിധി വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു സമയമായിട്ടില്ല. ഉടനെ അല്ലെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ അലിഗേഷൻസ് ഏറ്റുവാങ്ങുന്നത് അല്ലെങ്കിൽ 2 പേരാണ് ഈ പിണറായി വിജയൻ MV ഗോവിന്ദൻ. അപ്പൊ ഈ പിണറായി വിജയൻ മാറിയാൽ ഉടനെ തന്നെ ഈ MV ഗോവിന്ദന്റെ സെക്രട്ടറി സ്ഥാനം തെറിക്കും. അപ്പൊ ഈ പിണറായി വിജയന്റെ ഒറ്റ ഒരു ബലത്തിലാണ് MV ഗോവിന്ദൻ നിൽക്കുന്നത്. അപ്പൊ ഈ പിണറായി പക്ഷത്തുള്ള സകലരുടെയും ഈ CPM ഉള്ള ഒരു ആധിപത്യം, ആ ഒരു ഹോൾഡ്, അപ്രഭാതത്വം, ഇവര് ശരിക്കും പറഞ്ഞാൽ CPM എന്നുള്ള ഒരു പാർട്ടിയിൽ നിന്ന് തീരെ വാഷ് ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ചു കാലം വരുന്ന ഒരു പക്ഷേ നല്ലൊരു നേതൃത്വമാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ CPM തിരിച്ചു വരും, തെറ്റുകൾ തിരുത്തി വരും, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കില്ല എന്ന രീതിയിലുള്ള ഒരു ഇവരുടെ സ്ഥിര ന്യായമുണ്ടല്ലോ, അത് ചിലപ്പോൾ ഒരുപക്ഷെ പ്രാവർത്തികമാകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഇവര് പറയുന്നുണ്ട് തെറ്റ് തിരുത്തി തിരിച്ചു വരും, ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് അശ്രദ്ധയുണ്ടായിരുന്നു, അല്ലെങ്കിൽ വീഴ്ച പറ്റി, ഇതെല്ലാം ന്യായങ്ങൾ നിരത്തുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തിരുത്താൻ തയ്യാറാകുന്നില്ല. ഇതുപോലുള്ള ഒരു അധികാരത്തിൽ കടിച്ചു കിടക്കുന്ന മുതിർന്ന നേതാക്കളെ എങ്ങനെ, അല്ലെങ്കിൽ എപ്പോൾ ഈ ഒരു തൽസ്ഥാനങ്ങൾക്ക് നിന്ന് മാറ്റുന്നു, ആ ഒരു നിമിഷം മുതൽ CPM എന്നുള്ള ഒരു പാർട്ടിക്ക് വീഴ്ചയിൽ നിന്ന് എഴുന്നേക്കാൻ സാധിക്കും.